ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ, വൈകിട്ട് കണ്ണൂസ് വന്നിട്ട് അമ്മ സ്നാക്സിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലയെന്ന് ചോദിച്ചപ്പോഴാണ് അയ്യോ ഒന്നും ഇല്ലെന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോഴാണ് ഫ്രിഡ്ജിലിരിക്കുന്ന ചക്കയെ പറ്റി ആലോചിച്ച കേട്ടോ. അത് നല്ല വരിക്ക ചക്ക. പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്ക് ചക്ക എപ്പോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നല്ല വരിക്ക ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2-3 ഏലക്കയും കൂടെ ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് അച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു 1/2 കിലോ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് വേണ്ടത്. ഏത് മാവ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ അജ്മീരെ മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 400 ഗ്രാം ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചക്കയുടെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ മാവ് കൂടിയോ കുറഞ്ഞോ പോയിട്ടുണ്ടെങ്കിൽ മാത്രം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. മധുരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 1/2 മുറി തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് അതിലോട്ട് കുറച്ച് നെയ്യും കൂടെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇഡലി തട്ടിൽ ഒന്ന് ആവിയേറ്റെടുക്കാനാണ് പോണത്. അപ്പോൾ നല്ല വാഴയില എടുത്തിട്ട് വാട്ടിയെടുത്ത വാഴയിലോട്ട് ഈ ഒരു മിക്സ് വെച്ചതിന് ശേഷം നല്ല രീതിക്ക് പരത്തി കൊടുത്ത് വാഴയില മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഡലി തട്ടിൽ വെച്ച് ആവിയേറ്റിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് കഴിച്ചിട്ട് എൻ്റെ ടേസ്റ്റർ എൻ്റെ കണ്ണും എന്ത് പറയണമെന്നൊന്ന് നോക്കിയാലോ. സമയത്തല്ല, തണുത്ത സമയത്ത് കട്ടൻ കാപ്പിയിട്ട് ഇതൊന്നും ഉണ്ടാക്കി ചക്കപ്പോഴൊന്നും ഉണ്ടാക്കി മസ്റ്റ് ട്രൈ ആണ്. Bye.